എന്റെ കുട്ടിക്കാലത്ത് ജനങ്ങൾ ഏറ്റുപറഞ്ഞിരുന്ന കാര്യമാണ് സിനിമയുടെ കഥ എന്നത്. ഓലപ്പര ടാക്കീസാണ്. കർക്കിടക മാസത്തിൽ സിനിമ ഉണ്ടാവില്ല, കാരണം ദാരിദ്ര്യമാണ്. ടിക്കറ്റിന് 4 കൊടുക്കണം. 4 ടിക്കറ്റ്. 4 ഇല്ലാത്തതുകൊണ്ട് സിനിമ ആള് പോവില്ല. ആരെങ്കിലും വന്നു കിട്ടണ്ടേ ഓലപ്പര ടാക്കീസിൽ? കർക്കിടക മാസത്തിൽ സിനിമ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പണ്ട് കളിച്ച പടങ്ങൾ വീണ്ടും വരും. മലയാള സിനിമയുടെ എണ്ണം കുറവായിരുന്നു. തമിഴ് സിനിമയാണ് ബാക്കി കളിക്കുക. അധികമാവുമ്പോ ചിങ്ങമാസൊക്കെ ആവുമ്പോ നെല്ല് വിറ്റ കാശൊക്കെ ധാരാളം വരുമ്പോ കുറെ കൂടി ആളുകൾ സിനിമാ തിയേറ്ററിലേക്ക് പോകും. അന്നത്തെ കാലത്ത് ടിക്കറ്റ് ചാർജ് കൂട്ടി 1 രൂപയാക്കിയത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. വൈകുന്നേരം വരെ ഒരാൾ പണിയെടുത്താൽ കൂലി 1 രൂപയാണ്. 1 രൂപയുടെ ഫസ്റ്റ് ക്ലാസ്. 10 അണ, 8 അണ, 4 അണ ആണ് ചാർജ്. പഠിക്കുന്ന കാലത്ത് വീട്ടിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ ഒക്കെ ഞാൻ സിനിമ കാണാൻ പോവൊക്കെ ടിക്കറ്റ് എടുക്കാം. 4 അണ. 4 അണ ടിക്കറ്റ് മണലിൽ ഇരുന്നിട്ടാണ്. എന്റെ അമ്മടി കൂടെ പോകുമ്പോൾ 1 രൂപ ടിക്കറ്റ് എടുക്കും അവരുടെ കൂടെ. അച്ഛൻ അധ്യാപകനാണ്. അപ്പൊ ആ രീതി അനുസരിച്ച് പറ്റൂ. 4 അണയാണോ 1 രൂപയോ എന്നല്ല അവിടെ ചോദ്യം. അതിന്റെ വിഷയം എന്താണ് എന്നാണ്. സ്കൂൾ കുട്ടികൾ പരസ്പരം സിനിമയുടെ കഥ പറയും. ഇതിന്റെ കഥ എന്നതാണ്? പാടത്ത് ജോലി ചെയ്യുന്നവര് സിനിമാ കഥ പറഞ്ഞുകൊണ്ടാണ് പറയും. ഞാറ് നടുന്ന 2 സ്ത്രീകള് സിനിമയുടെ കഥ പറയുകയാണ്. കൃഷിക്കാരനാണ് നായകനെ പറ്റിയാ പറയണത്. അപ്പൊ അതിന്റെ അടുത്തൊരു വരി പറഞ്ഞു. അപ്പൊ അങ്ങനെ മറ്റോ പോയിട്ട് കാറെടുത്ത് അങ്ങോട്ട് ഓടിച്ചു പോയി. അപ്പൊ ഇപ്പഴത്തെ സ്ത്രീ കഥ പറഞ്ഞ സ്ത്രീ ചോദിക്കുകയാണ്, അല്ല പാടത്ത് പണിയെടുക്കുന്നവർക്ക് കാർ ഓടിക്കാൻ പറ്റുമോ? നല്ല ചോദ്യമല്ലേ. കഥാനായകൻ പാടത്ത് ജോലി ചെയ്യുന്ന ആളാ. ഈ സ്ത്രീ കഥ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ പെട്ടെന്ന് കാർ ഓടിച്ചാണ്ട് പോയി എന്ന് പറയണം. അപ്പൊ ഈ സ്ത്രീ ചോദിച്ചത് തെറ്റാ, ശരിയാണ്. കാളി എന്നാണ് ആ ചോദിച്ച സ്ത്രീയുടെ പേര്. എടി ജാനകിയെ, പാടത്ത് പണിയെടുക്കുന്നവർക്ക് കാർ ഓടിക്കാൻ പറ്റും? ഉടനെ മറുപടി, എന്റെ കാലിയടിച്ച് എന്ത് പൊട്ടത്തരാ ചോദിച്ചേ? പ്രേമസീറിന് കാർ ഓടിക്കാൻ അറിയില്ലേ? ആ ചോദ്യം എന്നെക്കും. പ്രേമസീറിന് കാർ ഓടിക്കാൻ അറിയില്ലേ? അവര് നായകൻ, ഞാൻ നസീറിനോട് പറഞ്ഞിട്ടുണ്ട്, ആ നായകനായിട്ട് കാണുന്നത് അങ്ങനെയാണ്. നായകൻ കാർ ഓടിക്കും, വിമാനം ഓടിക്കും ഒക്കെ. ഈ കഥകൾ ജനങ്ങളെ വളരെ സ്വാധീനിച്ച് ക്രമേണ ജീവിതഗന്ധികളായ കഥകൾ സിനിമയാക്കലുണ്ട്. എന്റെ യൗവനത്തിന്റെ ആരംഭത്തിൽ ഇവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. കെ സേതുമാധവൻ, വിൻസെന്റ് മാഷ്, രാമുകാരിയാട്ട്, മഞ്ഞിലാസിന്റെ ജോസഫ്, ഇവരൊക്കെ ആയിട്ട് കണക്ഷൻ വരുന്നതുകൊണ്ട് അന്നത്തെ സിനിമയുടെ മുഴുവൻ ഡിസ്കഷനിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. കെ സുരേന്ദ്രന്റെ മായ, കാട്ടുകുരങ്ങ്, പാറപ്പുറത്തിന്റെ ചില കഥകള്, ഇതിന്റെയൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിലൊരു കഥ വേണം. അയാളൊരു കഥയില്ലാത്തവനാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാണ്. അയാളൊരു കഥയില്ലാത്തവനാ. കഥ എന്ന് പറഞ്ഞാൽ ജീവിതമാണ്.
ഏത് സിനിമയിലും വീട്ടിൽ വന്നാൽ സിനിമയുടെ കഥ പറയാനുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് കണ്ട സിനിമയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ഈ കഥ മുഴുവൻ വിവരിക്കും. അങ്ങനെ മലയാളത്തിൽ ഈ കഥയുള്ള നോവലുകൾ വന്നത്, എല്ലാ നോവലിനും കഥ. ഇതിനകത്ത് വാഴ്വയമായ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് തൈക്കാട്ട് വെച്ചിട്ട് നടന്നു വരുമ്പോ ഇങ്ങനെയാണ് അതിന്റെ കഥ. എനിക്ക് സിനിമയ്ക്ക് പറ്റുന്നതായിട്ട് അന്ന് തോന്നിയില്ല കേട്ടോ, അത് വേറെ കാര്യം. വാഴ്വയമായ സിനിമയായി, അതിന്റെ സ്ക്രിപ്റ്റ് ഉഷാറായി, പടം നല്ലപോലെ വിജയിക്കും. അന്ന് നല്ല സാഹിത്യകൃതികൾ നോക്കിയിട്ടാണ് സിനിമ ആക്കിയിരുന്നത്. പുതിയ കൃതികൾ ഏതൊക്കെയാന്ന് നോക്കും. ചാട്ട എന്നുള്ള നോവൽ എന്റെ പബ്ലിഷ് ചെയ്ത കാലത്ത് ഭരതൻ കത്തയച്ചയില് കഥാപാത്രങ്ങളുടെ ചിത്രം വരച്ചിരുന്നു. അതിലത്തെ കഥാപാത്രങ്ങൾ കാളവേലു എന്നൊരു ചിത്രം. അങ്ങനെയാണ് സാഹിത്യകൃതികൾ സിനിമ ആയിരുന്നത്. നല്ല കഥയ്ക്ക് അവാർഡുകൾ കൊടുത്തിരുന്നു. ഇത്രയും പറഞ്ഞ് കാലത്തിന്റെ മാറ്റം നമ്മളൊന്ന് ആലോചിക്കുക. മൺപാത്രം ഉണ്ടാക്കുന്ന കാലത്ത് അലുമിനിയ പാത്രം കൊണ്ടൊന്ന് വരുന്ന നമ്മൾ വിചാരിക്കുകയില്ല. സ്റ്റീല് പാത്രം കൊണ്ടൊന്ന് വരുന്ന അലുമിനിയ പാത്രം ഉപയോഗിക്കുന്ന കാലത്ത് തോന്നിയിരുന്നു. ഇതേപോലെ സിനിമകളിൽ മാറ്റം വന്നു. കഥ എന്ന് പറഞ്ഞ ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചിട്ടില്ല കഥ എന്നുള്ളത് ആവശ്യമില്ലാത്ത ഒരു വസ്തുവായിട്ടുള്ള ഒരു കാലം വരും. അതെങ്ങനെയാന്നുള്ള നമ്മൾ ചിന്തിക്കണ്ട, ആലോചിച്ച ഉത്തരവുണ്ട്. അത്യന്താധുനിക സാഹിത്യം ഒരു വരി വായിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പതില്ല, ഔട്ടായിപ്പോയി. ഒരു കാലത്ത് അങ്ങനെ അത്യന്താധുനികം എന്നുകൊണ്ട് എഴുതിയവർക്ക് കുറെ അവാർഡൊക്കെ കൊടുത്ത് അത് പാഠപുസ്തകം വരെയായി. ഒരു തവണ MA ക്ലാസ്സിലെ കുട്ടികളോട് പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോ ഞങ്ങൾക്ക് പഠിക്കാൻ പാഠമാണ് ഇന്ന് എന്താ വെച്ചപ്പോ ഞാൻ പറഞ്ഞു അത് അത്യന്താധുനികാണ്. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ സാറിന് ആ സ്റ്റുഡൻസ് ചോദിച്ചിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ അത്യന്താധുനികമൊക്കെ പോയി. വായിക്കാൻ മനസ്സിലാവില്ല, അതൊരു ഫാഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ആ ഫാഷൻ പോയി. ആ കാലത്ത് സിനിമകൾ ധാരാളം ഇറങ്ങിയിരുന്നു, കണ്ടാൽ മനസ്സിലാവാത്തത്. അപ്പൊ സിനിമ പലതും ഈ ഇറങ്ങുന്നതിന്റെ മുമ്പേ പ്രീവ്യൂ ഷോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ പരിചയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് പ്രീവ്യൂ ഷോ നടത്തും. തിയേറ്ററിൽ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ്. ഇതുപോലൊരു സിനിമ അന്ന് പ്രീവ്യൂ ഷോ ആയിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോക്ക് പ്രീവ്യൂ ഷോന് വന്നു. അപ്പൊ ആർട്ടിസ്റ്റുമാരൊക്കെ ഉണ്ട്, കുറെ പേരൊക്കെ ഉണ്ട്. നടൻ മധു കാണാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഉർവശി എന്ന അഭിനയം തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കലാരഞ്ജിനി, അങ്ങനെ കുറെ പേരുണ്ട്. ആ സിനിമയ്ക്ക് ഒരു വാലും മൂടും ഉണ്ടായിരുന്നില്ല. ഒരു വാലും മൂടില്ലാത്ത കഥയായിരുന്നു. സംവിധായകൻ അവിടെ ഉണ്ട്, നിർമ്മാതാവ് അവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അവരോടൊന്നും ഇത് പറയില്ല. അങ്ങനെ ഇറങ്ങിയ വിട്ട് വരാന്തയിലേക്ക് വന്നു. മധുസാറിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പടം. അദ്ദേഹത്തിന് മറുപടി, ഇങ്ങനത്തെ പടമാണ് ഇപ്പൊ ഓർഡർ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പടം ഓടിയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനത്തെ പടമാണ് ഇപ്പൊ ഓർഡർ എന്ന് പറഞ്ഞിരുന്നാലും കാലം മാറി, ആധുനികത യേശാദേവ്. നല്ല കഥകൾ വീണ്ടും വരും എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ചിലവരൊക്കെ പറയാറുണ്ട് ഇപ്പൊ നല്ല സബ്ജക്റ്റ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു ദിവസം സംഭാഷണ മധ്യേ രഞ്ജി പണിക്കർ എന്നോട് പറഞ്ഞു ഇപ്പൊ നല്ല സബ്ജക്റ്റ് ആളുകൾ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അല്ല,
വന്ന് വന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് 24 പടട്ട് ഇറങ്ങിയെന്ന് ആരോ പറഞ്ഞിട്ടു. ആകെ 28 ദിവസമേ ഉള്ളൂ ആ മാസം. 24 പടം ഇറങ്ങുമ്പോ ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിലാകെ ഒരു കൊല്ലം എത്ര സബ്ജക്റ്റ് ഉണ്ടാകുന്നുണ്ട്, എത്ര സബ്ജക്റ്റ് ഉണ്ടാകുന്നുണ്ട്. പുതിയ ഒരു നോവൽ എഴുതണമെങ്കിൽ പുതിയൊരു വിഷയം വേണ്ട, ഒരു സബ്ജക്റ്റ് വേണ്ട. 24 സബ്ജക്റ്റ് ഒന്നും ഒരു കൊല്ലത്തിൽ ഉണ്ടാകുന്നില്ല. എങ്ങനെയൊക്കെ പോയിരുന്നാലും പണ്ടത്തെ എഴുത്തുകാർ വെറൈറ്റി നോക്കി പോയിരുന്നു. എങ്ങനെ വെറൈറ്റി ആണെങ്കിലും സ്ത്രീ പുരുഷൻ, അവരുടെ അഭീത വീഴ്ച, അവരുടെ ബന്ധങ്ങൾ, രോഗം, മരണം, പ്രതികാരം, ഇതെല്ലാം എന്താ കൈകാര്യം ചെയ്യുക. എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് ഞാൻ കുറെ പുസ്തകങ്ങളായി, 78 പുസ്തകവും കഥകളായി. ഇനി പുതിയ ഒരു സെന്റിമെന്റ്സ് എന്താ കണ്ടുപിടിക്കുക? അച്ഛനും മകനും തമ്മിൽ തെറ്റിയെന്ന്, അച്ഛനും മകനും തെറ്റി, ആളുകൾ നെട്ടുവോ? അമ്മയെ കൊല്ലുന്ന കാലമാണ് മകൻ. അതുവരെയും സെന്റിമെന്റ്സ് അല്ല. അപ്പോ സെന്റിമെന്റ്സിന്റെ പിറകിൽ പോകാൻ പറ്റും. എയും ബിയും കൂടി പ്രണയിച്ചു, എന്നിട്ട് എ കല്യാണം കഴിച്ച് സി ആണ്. ഇതല്ലേ പണ്ടത്തെ കഥ. ശാകുന്തളം മുതൽക്ക് ആ കാലം മാറിയിരുന്നത്. മുട്ടത്ത് വർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ കോട്ടയത്ത് സാഹിത്യ പ്രവർത്തന വോട്ടിന് പോയപ്പോ ഓരോന്ന് പറയാനോടെ. ഇപ്പൊ അവിശുദ്ധ ഗർഭമില്ലല്ലോ, ഇങ്ങനൊരു കാലമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് വന്ന് ഇപ്പോ തിയേറ്ററിൽ പോയി കളയെന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിലെ രീതി മാറി. ഒരു തിയേറ്റർ 4 എണ്ണാക്കി, ഭയങ്കര ടിക്കറ്റ് കാശാക്കി. TV-യിൽ ഇത് വരുമ്പോ ഞാൻ കാണാൻ ക്ഷമ കിട്ടാത്തോണ്ട് ഭാര്യ അവിടെ നിന്ന് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വരും, എന്തേ പണ്ടായി എന്നോട് ഇങ്ങനെ കാണിക്കും, ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ഇരുന്ന് കാണാൻ പോലും ക്ഷമ കിട്ടാത്തതിന് ഭയങ്കര ടിക്കറ്റ് കാശും കൊടുത്ത് തിയേറ്ററിൽ കയറിയാൽ കണ്ണ് നിറയെ കാണാനുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരോമലുണ്ണി, തച്ചോളി അമ്പു ഒക്കെ കണ്ട. ഇന്ന് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ ധ്വനിയില് നല്ല പാട്ടുകള്, നൗഷാദ്, ധ്വനി, ശുഭയാത്ര, പൂക്കാലം, കേളി, എല്ലാ പടങ്ങളിലും കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടാകുമായിരുന്നു. ഇന്ന് അതെന്താണ്? അത് ഞങ്ങളെ തട്ടിക്കൂട്ടിയ സംഘം. അല്ല, എന്നാലേ കേൾക്കട്ടെ. കഥ എന്ന് പറയാൻ തരുന്നില്ല, അതും പറയും സംവിധായകൻ തന്നെ. കഥ എന്ന് പറയാൻ ഇതിലൊന്നുമില്ല. കഥ എന്ന് പറഞ്ഞാൽ ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒരു വിഷയം വേണമെന്നല്ല. തെറ്റിദ്ധരിക്കുകയാണ്. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളും, അതല്ല ഉദ്ദേശിക്കുന്നത്. തുടക്കവും അവസാനമുള്ള ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒരു കാര്യമെന്നല്ല. അപ്പോഴും എനിക്കൊരു വിഷയം വേണ്ടേ? ആ വിഷയമില്ലാതെ വരുമ്പോ എന്തുണ്ടാവും? പാട്ടുകള് ഏത് വരി കിട്ടിയാലും അതിനെ പാട്ടാക്കാൻ കഴിവുള്ള സംഗീത സംവിധായകര് അന്ന് ഉണ്ടായിരുന്നു. ദേവരാജൻ മാഷൊക്കെ അതിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പുറത്ത് പാട്ട് വെച്ചു. കുടമുല്ല പൂവിരുന്നുള്ള പാട്ടാ ഓർമ്മയുണ്ട്. എന്നോട് യാത്ര പറഞ്ഞില്ല, മുഖത്തേക്ക് നോക്കിയില്ല, കയ്യോണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ആ താളത്തിനനുസരിച്ച് അദ്ദേഹം ഉടനെ പോയി. ഏത് വരിയും സംഗീതാത്മകമാക്കി മാറ്റുന്ന ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി, നല്ല വരികൾ എഴുതിയിരുന്ന പി ഭാസ്കരൻ, ഈ തലമുറ പോയി. ഇന്ന് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വേണ്ട എന്നാണ് ഈ കാലഘട്ടം പറയുന്നത്. മാറ്റം വരാം, അച്ഛൻ താതുണിയൊക്കെ പോയ പോലെ മാറ്റം വരാം.
സബ്ജക്റ്റ് വേണം എന്നുള്ളതിലേക്ക് വീണ്ടും ജനങ്ങൾ വരാം. പലതും അത്ഭുതങ്ങൾ സംഭവിക്കാം. നമ്മൾ അസൗകര്യമാണെന്ന് പറഞ്ഞ് പലതും ഇപ്പോ സൗകര്യമില്ല. പഴയ വാച്ചിൽ 1 മുതൽ 12 വരെ അക്കങ്ങൾ എഴുതിയ രീതിയിൽ ഇപ്പൊ വാച്ചിൽ അങ്ങനെ എഴുത്തില്ലല്ലോ. 1 കഴിഞ്ഞ് 2, 3 ഒക്കെ ഓരോ വരെയാണ്. ഈയിടെ കണ്ടൊരു വാച്ചില് 12 വിട്ട 3ന്റെ അവിടെ ഒരു വര, 6ന്റെ അവിടെ ഒരു വര, 9ന്റെ അവിടെ ഒരു വര, ബാക്കി അക്കങ്ങളില്ല. അസൗകര്യമല്ലേ? അസൗകര്യത്തെ നമ്മൾ സൗകര്യമായിട്ട് കാണുന്നുണ്ടാവും. ഇന്നത്തെ വിഷയം ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു എന്നേ ഉള്ളൂ. നമസ്കാരം.